ഹായ്, അപ്പോഴേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് അരിയിട്ട് കൊടുക്കാം. അപ്പം അരി ഞാൻ അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്, ബസ്മതി റൈസാണേ. അപ്പം നമുക്ക് അതൊരു പകുതി വേവിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് അത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബീൻസ് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ ആ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനായിട്ട് 2 പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ബീൻസിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ. ഇനി നമുക്കതിനകത്തോട്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ക്യാബേജും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം അതേപോലെ തന്നെ ക്യാബേജ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസാണ്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കാരണം സോയാ സോസ് എത്രമാത്രം ഒഴിക്കുന്നോ അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാം, ഉപ്പിൻ്റെ അളവ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ചോറിന് നമ്മൾ ഉപ്പിട്ട് തന്നെ ഊറ്റുന്നത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പാനൊന്നും വേണ്ട, അതിനകത്ത് തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേറെ പാൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ അരിയാണ് ഞാൻ ഇതിനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതാണ്ട് ചോറ് പകുതി വേവിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറേശ്ശെയായിട്ട് തട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ അരി വേവുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം അതിനകത്തോട്ട് തട്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചോറ് റെഡിയായിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു കറിയും ഉണ്ട്, ചിക്കൻ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.